ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്ന രാജസ്ഥാൻ കല്യാണമാണ്. പെണ്ണിൻ്റെ കല്യാണമാണ് ഞങ്ങൾക്കുള്ളത്. ഇത് പെണ്ണിൻ്റെ വീടാണ്. പെണ്ണിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടും അടുത്തടുത്തായതുകൊണ്ടാണ് 2-3 വീട് കണ്ടിട്ടുള്ളത്. ഇത് വീടിൻ്റെ മുൻവശമാണ്. ഇവിടെ ഡ്രംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ ചെക്കൻ വന്നിട്ടില്ല. ഞങ്ങൾ എത്തുമ്പോഴേക്കും 1 മണിയൊക്കെ ആയി. ഞങ്ങൾ നാട്ടിലത്തെ കല്യാണമൊക്കെ വിചാരിച്ച് ഭക്ഷണമൊക്കെ ആയിട്ടുണ്ടാവും എന്നൊക്കെ കരുതി ഭക്ഷണമൊന്നും കഴിക്കാതെ പോയതാണ്. ഇവിടെയാണ് കല്യാണം നടക്കുന്നത്. പിന്നെ ആ വലിയ ഈ പന്തലിലാണ് ചെക്കൻ കൂട്ടുകാരെയും മീൻസ് ചെക്കനെയും ബന്ധുക്കളെയൊക്കെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ചെക്കൻ വന്ന് അവിടെ അവരെ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയതിന് ശേഷമാണ് ഇവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ചെക്കനെ സ്വീകരിച്ചിരുത്തി അവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെക്കനെ ആനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ചെക്കനെ എടുത്ത് ഡാൻസ് കളിച്ചു കൊണ്ടാണ് ഇവരെ ഒരു 1-2 പേരെടുത്ത് ഡാൻസ് ചെയ്യും. ചെക്കൻ മുറുകെ എടുക്കുന്നവരുടെ കൈ മുറുകെ പിടിച്ചിരുന്നോണം, അല്ലെങ്കിൽ ചെറുക്കൻ താഴെ വീഴും. കാരണം എടുക്കുന്നവരാണ് ഇവനെ കൊണ്ട് തൊളിയെടുത്ത് ഡാൻസ് ചെയ്യുന്നത്. പിന്നെ ചെറുക്കൻ്റെ തലയിൽ ഒരു കെട്ടുണ്ടായിരിക്കും. രാജസ്ഥാനി കല്യാണത്തിനൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ തല സാരിത്തുമ്പോൾ കാരണം മറച്ചിട്ടായിരിക്കും എപ്പോഴും. അതായത് മെയിനായിട്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ. പിന്നെ ഇത് രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡർ ആയതുകൊണ്ട് ഇവിടുത്തെ കല്യാണത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മീൻസ് ഞാൻ ആദ്യമായിട്ടാണ് രാജസ്ഥാൻ കല്യാണം കാണുന്നത്. ശരിക്കും പല സ്ഥലങ്ങളിലും പല വ്യത്യാസം ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചെക്കനെ ഇങ്ങനെ ഡാൻസ് കഴിഞ്ഞിട്ട് ചെക്കനെ മണ്ഡപത്തിലേക്ക് ആനയിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ കുറേ സ്ത്രീകൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി പെണ്ണിനെയും ആനയിക്കും. ഇത് കല്യാണം നടക്കാൻ ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയി കേട്ടോ. എന്നിട്ട് ഞങ്ങളെ ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങളെ വേഗം പെട്ടെന്ന് തന്നെ കല്യാണം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു റൂമിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ഫുഡ് തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടൊന്നും കയറിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആളായിരുന്നു. പിന്നെ കൂടുതലായിട്ടും ചെറുക്കൻ വീട്ടുകാർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അവരെ കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. നമ്മൾ പിന്നെ പെണ്ണിൻ്റെ ക്ഷണനം കൊണ്ട് പോയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അകത്ത് കയറാതെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ 4 മണിയോട് അടുത്തു. മീൻസ് അത്രയും വിശന്നിട്ടാണ് നമ്മളുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു നമ്മൾ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി, ചോറ്, ദാല്, പിന്നെ മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ്. പിന്നെ ഒരു പപ്പടം. പിന്നെ സാധാരണ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് നിന്ന് പ്ലേറ്റിൽ വാങ്ങി തറയിൽ ഇങ്ങനെ ഇത് വിരിച്ച് സ്ത്രീകളൊക്കെ വാങ്ങിക്കൊണ്ട് പോവാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുവാണ്, അല്ലാതെ ടേബിൾ ഇട്ടൊന്നും കഴിക്കുന്ന സിസ്റ്റം അല്ല ഇത് ഇവിടെ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരെ പാടുന്ന മ്യൂസിക് ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ ചെന്ന കല്യാണത്തിന് വിശേഷങ്ങൾ. താങ്ക് യു.